പല ആളുകളും എന്തുകൊണ്ടാണ് ചില ബ്രാൻഡഡ് ഫേർണിച്ചർ ഷോപ്പുകളിലേക്ക് മാത്രമേ പോവുള്ളൂ. അവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഡബിളും ട്രിപ്പിളും ഒക്കെ ആയിരിക്കും. ഈ ട്രിപ്പിൾ പൈസ കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ്, പക്ഷെ നമ്മളുടെ അടുത്ത് ചിലപ്പോൾ കിട്ടുന്ന അതിലും വളരെ ചെറിയ പ്രൈസിൽ കിട്ടുന്ന ഫേർണിച്ചർ വാങ്ങാൻ എന്തോ ഒരു ധൈര്യക്കുറവുണ്ട്. ഈ ഒരു ടെൻഡൻസിക്ക് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടോ? അതായത് പ്രീമിയം ഫർണിച്ചറിന്റെ സ്റ്റോറുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് അതേ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ സാധാരണ അല്ലെങ്കിൽ ഒരു മീഡിയം സ്റ്റാൻഡേർഡിലുള്ള ഫർണിച്ചർ സ്റ്റോറിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഫാക്ടറികളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വീടുകളിലേക്ക് ഫർണിച്ചറുകൾ എത്തി തുടങ്ങി എന്നതാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് വാല്യൂവിന് വേണ്ടിയിട്ട് സോഫ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോറിൽ പോയപ്പോൾ അവിടെ 34 ലക്ഷം രൂപ വില വരുന്ന ഒരു സോഫയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇത് പോകുന്നുണ്ട്. അപ്പോൾ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10.5 ലക്ഷം രൂപ വില വരുന്ന കോഫി ടേബിൾ ഉണ്ട്. അത് 3 എണ്ണം വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം. ഒരു കോഫി ടേബിൾ 10 ലക്ഷം രൂപ. അപ്പോൾ ഇത് കാണുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര തള്ളായിട്ടൊക്കെ തോന്നും, പക്ഷെ വിൽക്കുന്നുണ്ട്. ഞാൻ ആ ബ്രാൻഡിന്റെ പേര് പറയുന്നില്ല. അത് വാങ്ങിക്കാൻ ഇവിടെ ആളുകളുണ്ട്. അതും വാങ്ങിക്കണം, അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. എന്നാലും 10 ലക്ഷം രൂപയ്ക്ക് ഒരു കോഫി ടേബിൾ വാങ്ങിക്കുന്ന ആളുടെ മാനസികാവസ്ഥ ഞാൻ ആലോചിച്ചത്. അതിലിരുന്ന് എങ്ങനെ കോഫി കുടിക്കുമെന്നാണ് ഞാൻ ആലോചിച്ചത്. ഇത് കൊണ്ട് വെക്കണ്ടേ? ഐഫ് വിൽക്കുന്നത് ഒരു മീഡിയം റേഞ്ചുള്ള കസ്റ്റമേഴ്സിനാണ്. നമ്മളൊരു വലിയ കുഴപ്പമില്ലാതെ ഫാക്ടറിയിൽ നിന്ന് മേക്ക് ചെയ്ത് അവരുടെ വീടിന്റെ അളവെടുത്ത് മെഷർമെന്റിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ ഏതാന്നൊക്കെ നോക്കി അതിനോടൊരു കോമ്പിനേഷനുള്ള കളറുകൾ ആണ് കൊടുക്കുന്നത്. പലപ്പോഴും സോഫ എടുക്കുമ്പോൾ കോമ്പിനേഷനൊക്കെ ഉപരി കോൺട്രാസ്റ്റ് ആണ് നോക്കേണ്ടത്. സോഫ എടുത്ത് കാണിക്കണം. അപ്പൊ അവിടെ ഇരിക്കുന്ന സോഫ കോൺട്രാസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ആ സോഫയിലേക്ക് ശ്രദ്ധ പോകുന്നത്. അപ്പൊ ഇന്റീരിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അതെ അതെ.